പൊട്ടിത്തെറിച്ചോ? ബിസ്മില്ല. ഇങ്ങനെയൊക്കെ തന്നെയല്ലോ ഓരോന്ന് പഠിക്കാം. ഇതേക്കുറിച്ച് വല്ല ഐഡിയ ഉണ്ടായിട്ടുള്ള റൂമിൽ വെക്കേറ്റ് ചെയ്യണതിന് മുന്നേ ഇതേപോലത്തെ സ്വിച്ച് കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് കൊടുക്കണം. എല്ലാം എന്നുണ്ടെങ്കിൽ അഡ്വാൻസിൽ നിന്ന് അവർ മൊത്തം പൈസ എടുക്കുമെന്ന് പറഞ്ഞു. ഇവിടെ ഇലക്ട്രീഷ്യനെ വിളിച്ചാൽ ഒരു സ്വിച്ച് മാറ്റാൻ 120, 300, 400 രൂപ കൊടുക്കണം. നമ്മുടെ അടുത്ത് ടൂൾ കിറ്റ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ സ്ക്രൂ ഡ്രൈവർ ഉണ്ടാകുമ്പോൾ നമ്മൾ തന്നെ പൊളിച്ച് ഫുള്ള് പുറത്ത് എടുക്കുക. ഇതേക്കുറിച്ച് വല്ല ഐഡിയ ഉണ്ടായിട്ടൊന്നുമല്ല. അങ്ങനെ ഉള്ളിലേക്ക് നോക്കിയാൽ ഈ റെഗുലേറ്റർ ഉണ്ടല്ലോ, മറ്റേ സ്പീഡ് കൺട്രോളറാണിത്. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് നോക്കിയാൽ നമ്മൾക്ക് അതേപോലെ തന്നെ ഒരെണ്ണം പുതിയത് മേടിച്ചിട്ട് വെക്കാനുള്ളൊരു പരിപാടിയാണ്. നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ ഇത് ഏകദേശം 170 റുപ്പീസ് ഇതിൻ്റെ സെയിം കമ്പനീൻ്റെ നമ്മുടെ അടുത്ത് ടൂൾ കിറ്റിൻ്റെ ഒരു സ്ക്രൂ ഡ്രൈവർ ഉണ്ടായതുകൊണ്ടാണ് മൊത്തം ഈ പണി നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഓൾറെഡി നമ്മൾ പേ ചെയ്യണം. ഈ വർക്ക് ചെയ്യണതിൻ്റെയും പൈസ നമ്മൾ കൊടുക്കണം. അപ്പോൾ നമ്മുടെ അടുത്ത് ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെ വീട്ടിൽ ശരിയാക്കാൻ നോക്കുന്നു. അപ്പോൾ ഇതാണ് സംഭവം. എനിക്കിതിൻ്റെ ഒരു ABCD ഒന്നും അറിയില്ല കേട്ടോ. നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ സ്ക്രൂ വരുന്നുണ്ട്. അതിൻ്റെ നോക്കുമ്പോൾ ഇതേപോലെ ഒരു റെഡ് വയറും ഒരു ബ്രൗൺ വയറാണ്. ബ്രേക്കർ ഓഫാക്കിയിട്ടില്ല, അതുകൊണ്ടാണ് നമ്മൾ തൊടാത്തതൊന്നും. അപ്പോൾ ബ്രൗൺ വയർ ഇവിടെ, റെഡ് വയർ ഇവിടെ. അത് നമുക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. എന്നിട്ട് ബ്രേക്കർ ഓഫാക്കുക, മൊത്തം ഊരുക, അതേപോലെ പ്ലേസ് ചെയ്യുക, തിരിച്ച് ഫിറ്റ് ചെയ്യുക. ഈ ബോർഡ് എന്തിനാണ് ഊരുകയെന്ന് വെച്ചാൽ ഈ ബോർഡ് എങ്ങനെയാലും ഊരണം. അല്ലാണ്ട് നമുക്കുള്ളിൽ ഇത് ഇവിടെയുള്ള ഈ സ്ക്രൂ ചെയ്ത് വെക്കാൻ നമുക്ക് പറ്റില്ല. ഈ ഉള്ളിൽ ഇവിടെ സ്ക്രൂ ചെയ്ത് വെക്കണമെങ്കിൽ ഈ ബോർഡ് ഊരണം. ഇങ്ങനെയൊക്കെ തന്നെയല്ലോ ഓരോന്ന് പഠിക്കാം. ഇമാതിരി പണിക്ക് ഒരുങ്ങണതിൻ്റെ മുന്നേ നമ്മളെ കൈക്ക് കറക്റ്റ് സ്ക്രൂ ഡ്രൈവർ ഉണ്ടോ എന്ന് നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നല്ല 8ൻ്റെ പണി കിട്ടും. ഇത് നമ്മളെ പുതിയ റെഗുലർ സ്പീഡ് കൺട്രോൾ. അതിൻ്റെ വയർ നമ്മൾ പഴയത് നോക്കിയപ്പോൾ ഇവിടെ ഒന്നുണ്ടായിരുന്നു. അതേപോലെ ഈ ബട്ടണൊക്കെ ഒന്നുണ്ടായിരുന്നു. ഇത് സ്വിച്ചാണ്, ഫാനിൻ്റെ സ്വിച്ചുമായിട്ട് കണക്ട് ചെയ്യണത്. അതിൻ്റെ ഇവിടെ ഈ ഭാഗത്തൊന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചുവപ്പ് ഇതിലേക്ക് കണക്ട് ചെയ്തു, ബ്ലാക്ക് ഇതിലേക്ക് കണക്ട് ചെയ്തു. ഇനി ടാപ്പ് ഹിറ്റുക, റെഡിയാകുമോ നോക്കാം. റെഡിയാകാൻ രക്ഷപ്പെട്ടല്ല എന്നുണ്ടെങ്കിൽ മൂഞ്ചി. അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാ സാധനവും സെറ്റാക്കിയത്. സ്ക്രൂ കണ്ടില്ലേ, ഈ സ്ക്രൂ ആണ് പുറത്ത് വരുന്നത്, അതിൻ്റെ കൂടെ വരും. ഏകദേശം സെറ്റായി. ഇനി മെയിൻ സ്വിച്ച് ഓൺ ആക്കി വെക്കുക, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് തന്നെ കാര്യം. ടാപ്പ് നമ്മൾ ചുറ്റി, ഇതിൻ്റെ ഒരു വയർ വരുന്നത് ഇവിടെയാണ്. ഇതൊന്നും നമ്മളിവിടെ നോക്കി പഠിച്ചാലോ. ഓൾറെഡി ഇതിമുള്ള ഇത് എവിടെ ആയിരുന്നോ അതേപോലെ ചെയ്ത് കൊടുത്ത് ഇനി റെഡിയാവുമെന്ന് വിചാരിക്കണത്. ഇനി ഈ വയർ ഇവിടെ എവിടെയെങ്കിലും ഷോർട്ട് ആകുമോ എന്നുള്ളൊരു പേടിയുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാം റെഡിയാക്കി 6 സ്ക്രൂവും വെച്ച് ഈ ബ്രേക്കർ ഓണാക്കി വെക്കുകയാണ്. പൊട്ടിത്തെറിച്ചോ? ബിസ്മില്ല. ഫാന് കറങ്ങണില്ല ഗൈസ്, മുഞ്ചി. ഫാന് കറങ്ങണില്ല. ഓ, ഫാന് കറങ്ങി. അപ്പോൾ നമ്മളെ സ്പീഡ് കൺട്രോൾ ശരിയാണ്. ഇത് 0 ഇട്ടോണ്ടാണ് കറങ്ങാഞ്ഞ്.